വെൽക്കം ബാക്ക് ടു Onevestor. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ഡിവിഡൻസിനെ കുറിച്ചാണ്. എന്തുകൊണ്ട് ഹൈ ഡിവിഡൻഡ് yield സ്റ്റോക്സ് അവോയ്ഡ് ചെയ്യണമെന്നുള്ളത്. 1000 റുപ്പീസിന്റെ ഒരു സ്റ്റോക്ക് ഇപ്പം അനൗൺസ് ചെയ്തിരിക്കുന്ന ഡിവിഡൻഡ് എന്ന് പറയുന്നത് ഇപ്പം 5 രൂപയാണെങ്കിൽ അതൊരു വലിയ എമൗണ്ടേ ആണ്. പക്ഷേ ഇപ്പം ആ കമ്പനി അനൗൺസ് ചെയ്തിരിക്കുന്ന ഡിവിഡൻഡ് എന്ന് പറയുന്നത് ഇപ്പം 100 റുപ്പീസ് ആണെങ്കിൽ അതെന്ന് പറഞ്ഞാൽ 10% വരും സ്റ്റോക്ക് പ്രൈസിന്റെ ഒരു പെർസെന്റേജ് ആയിട്ട് നോക്കുമ്പോഴത്തേക്ക്. സോ ആ കമ്പനിയുടെ സ്റ്റോക്കിനെ നമുക്ക് ഒരു ഹൈ ഡിവിഡൻഡ് yield സ്റ്റോക്ക് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഹൈ ഡിവിഡൻഡ് yield സ്റ്റോക്സ് എന്തുകൊണ്ട് ബ്ലൈൻഡ് ആയിട്ട് പർച്ചേസ് ചെയ്യലെന്നുള്ളതാണ്. ഇതുപോലുള്ള ആർട്ടിക്കിൾസ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യുമ്പോൾ കാണാൻ പറ്റും. ഇവരൊക്കെ റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന സ്റ്റോക്സ് എന്ന് പറയുന്നത് അത്ര സോളിഡ് കമ്പനീസ് അല്ല. ഈ ലിസ്റ്റിലെല്ലാം തന്നെയും ഒരു PSU കമ്പനിയിലും കാണാതിരിക്കത്തില്ല അവർ ഹ്യൂജ് ഡിവിഡൻഡ് പേ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ കമ്പനീസ് ഒക്കെ ഹ്യൂജ് ഡിവിഡൻഡ് പേ ചെയ്യുന്നത് അവരുടെ ബിസിനസ് പ്രോഫിറ്റ് യൂസ് ചെയ്തിട്ടായിരിക്കത്തില്ല, അവരുടെ എക്സിസ്റ്റിംഗ് ക്യാഷ് റിസർവ് യൂസ് ചെയ്തിട്ടായിരിക്കും. അത് ഇഷ്യൂ ചെയ്യാനുള്ള റീസൺ എന്ന് പറയുന്നതും ചിലപ്പോൾ ഗവൺമെന്റിന്റെ പ്രഷർ ആയിരിക്കും. സോ ഒബ്വിയസ്ലി എക്സ് ഡിവിഡൻഡ് ആകുമ്പോഴത്തേക്ക് ആ സ്റ്റോക്കിന്റെ പ്രൈസ് താഴോട്ട് തന്നെ പോവുകയും ചെയ്യും. സോ നിങ്ങൾക്ക് ആ ഡിവിഡൻഡ് നോക്കിയിട്ട് പർച്ചേസ് ചെയ്യുമ്പോഴത്തേക്ക് ഡിവിഡൻഡ് ആക്ച്വലി കിട്ടും, പക്ഷെ അത് കഴിയുമ്പോഴത്തേക്ക് സ്റ്റോക്ക് പ്രൈസ് അങ്ങ് താഴോട്ട് പോവുകയും ചെയ്യും. ചിലപ്പോൾ റിക്കവർ ചെയ്യത്തുമില്ല, കാരണം ആ ബിസിനസ്സിന് എന്തെങ്കിലും ഒരു പ്രശ്നം കാണും. അല്ലെങ്കിൽ ഹൈ ഡിവിഡൻഡ് ഈ സ്റ്റോക്സ് മാർക്കറ്റിൽ അങ്ങനെ എക്സിസ്റ്റ് ചെയ്യത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഇൻഫോസിസിന്റെയും TCSന്റെയും മാരുതിയുടെയും HDFCയുടെയും കൊട്ടാക്കിന്റെയും ലാർസൻ ആൻഡ് ടൂബ്രോയുടെയും ഏഷ്യൻ പെയിന്റ്സിന്റെ ഒക്കെ ഡിവിഡൻഡ് yield എന്ന് പറയുന്നത് 5% മേളിലോട്ട് ഒരിക്കലും പോകാത്തത്. പക്ഷേ PSU കമ്പനീസ് എടുക്കുവാണെങ്കിൽ ഇപ്പം PFCയുടെയും RECയുടെയും IOCയുടെയും എല്ലാം ഡിവിഡൻഡ് yield നോക്കുവാണെങ്കിൽ 5% മുകളിലായിരിക്കും. സോ അതിന്റെ റീസൺ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ബിസിനസ്സിന് എന്തെങ്കിലും പ്രശ്നമുള്ളപ്പോൾ മാത്രമേ ഇത്രയും 5% അബവ് നമുക്ക് ഡിവിഡൻഡ് yield കിട്ടത്തുള്ളൂ. ഈ കമ്പനീസിനൊക്കെ ഇത്രയും ഡിവിഡൻഡ് yield വരാൻ കാരണം അതിൻ്റെ അകത്ത് റിസ്ക്കും കൂടുതലായതുകൊണ്ട് തന്നെയാണ്. ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ തന്നെ ഒരു കമ്പനി ഹ്യൂജ് ഡിവിഡൻഡ് ആണ് അനൗൺസ് ചെയ്തിരിക്കുന്നതെങ്കിൽ ആ സ്റ്റോക്കിന്റെ പ്രൈസ് ഇമ്മീഡിയറ്റ്ലി അത് ഒരു സ്പൈക്ക് കാണാൻ പറ്റും. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, ആ ഡിവിഡൻഡ് മോഹിച്ച് കുറെ പേര് ആ കമ്പനിയുടെ സ്റ്റോക്ക് പോയി പർച്ചേസ് ചെയ്യും. പക്ഷെ അതൊരു നല്ല ഐഡിയ അല്ല. കാരണം എക്സ് ഡിവിഡൻഡ് ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എത്ര രൂപ ഡിവിഡൻഡ് ആയിട്ട് കിട്ടിയോ അത്രയും തന്നെ ആ സ്റ്റോക്കിന്റെ പ്രൈസ് താഴുകയും ചെയ്യും. സോ നെറ്റ് നിങ്ങൾക്ക് അവിടെ ഒരു ഗെയിൻ വരുന്നില്ല. പക്ഷെ അതുപോലെ ഒരു ഡിവിഡൻഡ് അനൗൺസ് ചെയ്തിരിക്കുന്ന കമ്പനി സോളിഡ് കമ്പനിയാണ്, നിങ്ങൾക്ക് അത് പർച്ചേസ് ചെയ്യുന്നതുകൊണ്ട് ഗുണമേ വരത്തുള്ളൂ. കാരണം ആ കിട്ടുന്ന ഡിവിഡൻഡ് ടാക്സ് ഫ്രീ ആണ്. അത് കഴിഞ്ഞിട്ട് എക്സ് ഡിവിഡൻഡ് ആകുമ്പോഴത്തേക്ക് സ്റ്റോക്ക് പ്രൈസ് താഴ്ന്നാലും ഈവൻച്വലി ആ സ്റ്റോക്കിന്റെ പ്രൈസ് അവിടെ റിക്കവർ ചെയ്യുകയും ചെയ്യും. അത് ഞാൻ കുറച്ച് എക്സാമ്പിൾസ് വെച്ച് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിൽ ആദ്യത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ONGC ആണ്. ONGC എന്ന് പറയുന്ന PSU കമ്പനീസിലെ ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു കമ്പനി തന്നെയായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ആ കമ്പനി റെഗുലർലി ഡിവിഡൻഡ് പേ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾക്ക് ഇപ്പം അതിന്റെ ചാർട്ട് 5 ഇയർ ചാർട്ട് നോക്കുമ്പോൾ കാണാൻ പറ്റും 2014 അതിന്റെ ലൈഫ് ടൈം ഹൈയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആ സ്റ്റോക്കിന്റെ പ്രൈസ് ആ ലെവലിലോട്ട് തിരിച്ചു വന്നിട്ടേ ഇല്ല. സോ നിങ്ങളിപ്പം അന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ റെഗുലറായിട്ട് ഡിവിഡൻഡ് കിട്ടിയിട്ടുണ്ട്, പക്ഷെ അപ്പോഴും നിങ്ങളുടെ ക്യാപിറ്റലിന് അവിടെ ലോസ് ആണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം 265 റേഞ്ചിൽ നിന്ന് ഇപ്പം 155 റുപ്പീസ് മാത്രമേ ഉള്ളൂ. സിമിലർ സ്റ്റോറിയാണ് ഓയിലിന്റെയും. അടുത്ത സ്റ്റോക്ക് എന്ന് പറയുന്നത് IFCI ആണ്. IFCI ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ കാരണം ഞാൻ മാർക്കറ്റിൽ എൻട്രി ചെയ്ത സമയത്ത് ഞാൻ അതിൽ പോയി ട്രേഡ് ചെയ്തിട്ടുണ്ട്, എൻ്റെ പൈസ പോയിട്ടുണ്ട്. അന്നും ഇന്നും അതൊരു ഹൈ ഡിവിഡൻഡ് yield സ്റ്റോക്കുമാണ്. പക്ഷെ ഇപ്പം നിങ്ങൾക്ക് അതിന്റെ ചാർട്ട് ചെക്ക് ചെയ്താൽ മതി, അന്നും ഇന്നും ഇത് 20 രൂപയെ താഴെ തന്നെ ട്രേഡ് ചെയ്യുന്നുള്ളൂ. സോ അതായത് എത്ര ഡിവിഡൻഡ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ ക്യാപിറ്റലിന് അവിടെ ലോസ് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഈ ചാർട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും, ഡിവിഡൻസ് റെഗുലറായിട്ട് പേ ചെയ്തിട്ടുണ്ട്, പക്ഷേ സ്റ്റോക്ക് പ്രൈസ് എപ്പോഴും എന്താണ്ട് 5 ഇയർ ലോയിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. അടുത്ത സ്റ്റോക്ക് എന്ന് പറയുന്നത് ITC ആണ്. ITC എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം മെൻഷൻ ചെയ്തിരുന്നു, റെഗുലറായിട്ട് ഡിവിഡൻഡും ബോണസും പേ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. പക്ഷേ സ്റ്റോക്ക് പ്രൈസ് എന്ന് പറയുന്നത് റെഗുലറായിട്ട് മേലോട്ടല്ല പോയിക്കൊണ്ടിരിക്കുന്നത്, കാരണം അതിന്റെ കോർ ബിസിനസ്സിന് ഒരു പ്രോബ്ലം ഉണ്ട്, സിഗരറ്റ് ബിസിനസ്സിന്. പക്ഷെ കമ്പനി ഡെപ്റ്റ് ഫ്രീ ആണ്, അതുകൊണ്ട് തന്നെ ആ സ്റ്റോക്കിന് എപ്പോഴും ഒരു വാല്യൂ ഉണ്ട്. അടുത്തെന്ന് പറയുന്നത് ഹിന്ദുസ്ഥാൻ യൂണിലിവർ ആണ്. ഹിന്ദുസ്ഥാൻ യൂണിലിവർ എന്ന് പറയുന്നതും റെഗുലറായിട്ട് ഡിവിഡൻഡ് പേ ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ്. ഏകദേശം 2 to 3% വരെ ഡിവിഡൻഡ് yield ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം സ്റ്റോക്ക് പ്രൈസ് നന്നായിട്ട് കയറിയുകൊണ്ട് അത്രയും ഡിവിഡൻഡ് yield കിട്ടത്തില്ല. പക്ഷേ റെഗുലറായിട്ട് ഡിവിഡൻഡ് പേ ചെയ്യുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ് ഹിന്ദുസ്ഥാൻ ലിവർ. സോ നിങ്ങൾക്ക് അതിന്റെ ചാർട്ട് നോക്കുമ്പോൾ കാണാൻ പറ്റും, ഓരോ പ്രാവശ്യം ഡിവിഡൻഡ് അനൗൺസ് ചെയ്യുമ്പോഴത്തേക്കും സ്റ്റോക്ക് പ്രൈസ് ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ആവുന്നുണ്ട്. പക്ഷേ ഈവൻച്വലി ആ സ്റ്റോക്ക് റിക്കവർ ചെയ്യുന്നതുകൊണ്ട് മേളിലോട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഇപ്പം ഇത് നിങ്ങളൊരു PSU കമ്പനിയുടെ ചാർട്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് കാണാൻ പറ്റും, PSU കമ്പനിയും ഇതുപോലെ ഡിവിഡൻഡ് പേ ചെയ്യുന്നുണ്ടായിരിക്കാം, പക്ഷേ സ്റ്റോക്ക് പ്രൈസ് റിക്കവർ ചെയ്യുന്നില്ല അത് കഴിഞ്ഞിട്ട്. സിമിലർ സ്റ്റോറിയാണ് ഏഷ്യൻ പെയിന്റ്സിന്റെയും. അടുത്ത സ്റ്റോക്ക് എന്ന് പറയുന്നത് ലാർസൻ ആൻഡ് ടൂബ്രോ ആണ്. ലാർസൻ ആൻഡ് ടൂബ്രോ റെഗുലർലി ഡിവിഡൻഡ് പേ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. പക്ഷേ അതിന്റെ ഡിവിഡൻഡ് yield എന്ന് പറയുന്നത് അത്ര കൂടുതലല്ല, കാരണം അവർ മോസ്റ്റ് ഓഫ് ദ പ്രോഫിറ്റ്സും കമ്പനി തന്നെ റീഇൻവെസ്റ്റ് ചെയ്യുകയാണ്. അടുത്ത സ്റ്റോക്ക് എന്ന് പറയുന്നത് HDFC ബാങ്ക് ആണ്. HDFC ബാങ്കിന്റെ yield എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു 0.5% താഴെ മാത്രമേ ഉള്ളൂ. പക്ഷേ അതിന്റെ സ്റ്റോക്കിന്റെ പ്രൈസ് നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് കഴിഞ്ഞ 10-20 വർഷമായിട്ട്. അടുത്ത സ്റ്റോക്ക് എന്ന് പറയുന്നത് ഹീറോ മോട്ടോകോർപ്പ് ആണ്. ഹീറോ മോട്ടോകോർപ്പിന്റെയും ഡിവിഡൻഡ് yield എന്ന് പറയുന്നത് ആക്ച്വലി എബോവ് ആവറേജ് ആണ്. പക്ഷെ അതിന്റെ ചാർട്ട് നോക്കുവാണെങ്കിൽ അതിന്റെ സ്റ്റോക്ക് പ്രൈസിന്റെ മൂവ്മെന്റ് ഒരു അപ്പ് ആൻഡ് ഡൗൺ ആണ്, കാരണം അതിന്റെ ബിസിനസ്സിന് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ലാസ്റ്റ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ഇൻഫോസിസ് ആണ്. ഇൻഫോസിസ് എന്ന് പറയുന്നത് കഴിഞ്ഞ 10-20 വർഷമായിട്ട് റെഗുലറായിട്ട് ഡിവിഡൻഡും ബോണസും പേ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. സോ അതിന്റെ ഡിവിഡൻഡ് yield എന്ന് പറയുന്നതും എനിക്കൊന്ന് ഏകദേശം 3% ഒക്കെ ആയിരുന്നു. അപ്പം ഓരോ പ്രാവശ്യം ഡിവിഡൻഡ് അനൗൺസ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് പേ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അതിന്റെ സ്റ്റോക്ക് പ്രൈസ് താഴെ പോകുന്നുണ്ട്. അപ്പം പക്ഷേ ഈവൻച്വലി ആ സ്റ്റോക്ക് റിക്കവർ ചെയ്യുന്നുണ്ട്, കാരണം ഇൻഫോസിസ് എന്ന് പറയുന്നതും ഡെറ്റ് ഫ്രീ ആണ്. അതുപോലെ ബിസിനസ് ചെറിയ രീതിയിലാണെങ്കിലും വളരുന്നുമുണ്ട്. അതായത് നിങ്ങൾക്ക് അതിന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എടുത്ത് നോക്കിയാൽ മതി,
ആനുവലി പ്രോഫിറ്റ്സ് ഗ്രോ ചെയ്യുക തന്നെയാണ് ചെറിയ പെർസെൻറ്റേജിലാണെങ്കിലും. സോ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഹൈ ഡിവിഡൻഡ് yield സ്റ്റോക്സിന്റെ പുറകെ പോവാതെ നല്ല സോളിഡ് ബിസിനസിന്റെ സ്റ്റോക്ക് നന്നായിട്ട് കറക്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് അത് പോയി പർച്ചേസ് ചെയ്യുക. നിങ്ങളുടെ ഡിവിഡൻഡ് yield എന്ന് പറയുന്നത് മേ ബി 1% 2% അവിടെ കാണത്തുള്ളായിരിക്കും. പക്ഷേ സ്റ്റോക്കിന്റെ പ്രൈസ് നന്നായിട്ട് പെർഫോം ചെയ്യും ആ കമ്പനി ഗ്രോ ചെയ്യുമ്പോഴത്തേക്ക്. പക്ഷേ ഹൈ ഡിവിഡൻഡ് yield സ്റ്റോക്സിനെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഡിവിഡൻഡ് കിട്ടുമായിരിക്കും, പക്ഷെ നമ്മുടെ ക്യാപിറ്റൽ അപ്പോഴും അവിടെ സ്റ്റക്ക് ആയിരിക്കും. കാരണം ബിസിനസ് ഗ്രോ ചെയ്യുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ബിസിനസ്സിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ. ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഗുഡ് ബൈ അൺടിൽ ദ നെക്സ്റ്റ് വീഡിയോ.